നമസ്കാരം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ബി.ജെ.പിക്ക് കേരള രാഷ്ട്രീയത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്നൊരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ബി.ജെ.പിക്ക് വോട്ട് ചെയ്താൽ പാർട്ടി ജയിക്കില്ല എന്നൊരു ധാരണ അത് മാറിക്കിട്ടി. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി വിജയിച്ചതോടുകൂടിയാണ്. നിരവധി പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നിരവധി വാർഡുകളിലും, ബ്ലോക്ക് വാർഡുകളിലും, ജില്ലാ വാർഡുകളിലും, അതുപോലെ തന്നെ 2 മുനിസിപ്പാലിറ്റികളിലും ഒരു കോർപ്പറേഷനിലും ബി.ജെ.പി ഭരണം പിടിച്ചു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ബി.ജെ.പി ഒരു കോർപ്പറേഷനിൽ ഭരണം പിടിക്കുന്നത്. ബി.ജെ.പിയുടെ ആദ്യ മേയറായി വി രാജേഷ് ചുമതലയേൽക്കുകയും ചെയ്തു. അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാക്കിയ ഒരു വലിയ ഉണർവ് അത് ചെറുതല്ല. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുടെ ദേശീയ നേതാക്കളും വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളുമെല്ലാം കേരളത്തിലെ ഈ വലിയ നേട്ടത്തെ വലിയ ഒരു രീതിയിലാണ് എടുത്തു കാണിച്ചത്. ആ രീതിയിൽ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അടക്കം ചർച്ച ചെയ്ത ഒരു നേട്ടമാണ്, തെരഞ്ഞെടുപ്പ് നേട്ടമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കൊയ്തത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അതിലും വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന വിലയിരുത്തൽ ഇതിനോടകം തന്നെ രാഷ്ട്രീയ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല ബി.ജെ.പി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പിയുടെ അടയാളവാക്യമടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും മറ്റു മാധ്യമങ്ങളിലുമെല്ലാം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അതായത് ബി.ജെ.പി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റം തുടങ്ങാം എന്നൊരു ക്യാപ്ഷനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ അല്ലെങ്കിൽ സർക്കാരിനെ താഴെ ഇറക്കാം, മാറ്റം തുടങ്ങാം എന്ന ഒരു ക്യാപ്ഷൻ. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാർക്കെതിരെ ഒരു ക്യാമ്പയിൻ ബി.ജെ.പി ആരംഭിക്കും. ആ ക്യാമ്പയിനും ഇങ്ങനെയാണ്: ഇനി ഈ മതിയായി ഈ MLA, മാറ്റം തുടങ്ങാം എന്നതാണ്. മാറാത്തത് ഇനി മാറും, കേരളം ഇനി വളരും എന്നിങ്ങനെയുള്ള അടയാളവാക്യങ്ങളുമെല്ലാം ബി.ജെ.പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കും. അതിൻ്റെ ആശയപ്രചരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ മുദ്രാവാക്യങ്ങളുമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരസ്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ പല മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 11 എറണാകുളത്തെത്തും. അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗിയർ മാറാനാണ് ബി.ജെ.പി ഉദ്ദേശിക്കുന്നത്. ആ വരവിൽ തന്നെ ഏതാണ്ട് 50ഓളം പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് സൂചന. ഈ 50ഓളം സ്ഥാനാർത്ഥികളിൽ 25 പേർ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരാകുമെന്നും സൂചനയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. എന്തായാലും 50 പേരടങ്ങുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെത്തുന്ന മാർച്ച് 11 പ്രഖ്യാപിക്കും എന്നാണ് സൂചന. പല മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് നേമം പോലുള്ള, വട്ടിയൂർക്കാവ് പോലെയുള്ള അല്ലെങ്കിൽ കഴക്കൂട്ടം പോലെയുള്ള മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ, തൃശ്ശൂർ, ഈ മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിക്ക് ഒറ്റപ്പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് സൂചന. ഈ മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന ഒരു നയമാണ് ബി.ജെ.പി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുക. മാർച്ച് 17നോ 16നോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെത്തുന്നുണ്ട്. ആ സമയത്ത് കേരളത്തിൻ്റെ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് ബി.ജെ.പി. ഏതാണ്ട് 30ഓളം മണ്ഡലങ്ങൾ ബി.ജെ.പിയുടെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇവിടങ്ങളിൽ വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, വളരെ ഹൈ പവർ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താനാണ് ബി.ജെ.പിയുടെ പരിപാടി. ബി.ജെ.പിയുടെ NDA വികസനം അത് എക്കാലത്തും ഇല്ലാത്ത വിധത്തിൽ വലിയ ശക്തമായിരിക്കുകയാണ് മുന്നണി. BDJS ഒരു ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ സാബു ജേക്കബിൻ്റെ 2020 മറുഭാഗത്തുണ്ട്. ഇങ്ങനെ ശക്തമായ ഘടകകക്ഷികൾ NDAയിലേക്ക് വന്നിരിക്കുന്നു. ഇവർക്കെല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ തട്ടകങ്ങളുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിക്കുകയാണ്. 12% വോട്ടുള്ള 2020 ബി.ജെ.പിക്കൊപ്പം ചേരുന്നത്. ഇത് വോട്ട് വർധനവുണ്ടാക്കും, വോട്ട് വിഹിതത്തിൽ വലിയ വർധനവുണ്ടാക്കുകയും ബി.ജെ.പിക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ വിജയം കാണാൻ സാധിക്കുകയും ചെയ്യും. തിരുവനന്തപുരം മാത്രമല്ല, പാലക്കാട് മാത്രമല്ല, കാസർഗോഡ്, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ബി.ജെ.പി MLA-മാർ അവർ താമര ചിഹ്നത്തിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് ഇത്തവണ മാർച്ച് ചെയ്യുമെന്നുമാണ് ബി.ജെ.പി വിശ്വസിക്കുന്നത്.
വരുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് BJP ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരുന്നത്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടി അദ്ദേഹം എറണാകുളത്ത് NDAയുടെ ഒരു പൊതുസമ്മേളനത്തെ ആയിരിക്കും അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. അത് വലിയൊരു ആവേശം അവിടുത്തെ ജനങ്ങൾക്ക് നൽകും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അത് വളരെയധികം സഹായകമായിരുന്നു. ഇനിയിപ്പോൾ മധ്യ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉണർവ് പകരാനാണ് പ്രധാനമന്ത്രി എറണാകുളത്ത് എത്തുന്നത്. വീണ്ടും ദേശീയ നേതാക്കൾ ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും സന്ദർശിക്കും. A+ മണ്ഡലങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്താനാണ് BJP ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര നിരീക്ഷകർ വിനോദ് താവഡയുടെയും അതുപോലെ തന്നെ ശോഭാ കലന്തർജയുടെയും നേതൃത്വത്തിൽ നീക്കങ്ങൾ വളരെ വലിയ വേഗതയിൽ തന്നെ നടത്തുന്നുണ്ട്. 160ഓളം നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാരായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കാൻ കേരളത്തിലെത്തുക. മാത്രമല്ല പുതിയ മുദ്രാവാക്യങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ, കൂടുതൽ ജനകീയമാകാനാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.